Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 71ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ വിസിബിലിറ്റി ഗ്രാഫിക്സിനുള്ള പ്രൊജക്ഷൻ സർഫസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ കട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഈ ഒരു പ്രൊജക്ഷൻ സർഫസ് എന്ന് പറഞ്ഞൊരു ഏരിയ കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ കട്ട് എന്ന് പറഞ്ഞൊരു ഏരിയ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബിൽഡിങ്ങിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്. ക്രോസ് സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെക്ഷൻ വ്യൂ എടുത്തു. ഞാൻ ഇതുപോലൊരു സെക്ഷൻ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു വ്യൂ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. അതായത് ഈ ഒരു ലെവലിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടുള്ള വ്യൂ ആണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അതായത് ഇവിടെ ഈ കാണുന്നതും വോള് തന്നെയാണ്, പക്ഷേ ഇത് വോളിൻ്റെ ഒരു കട്ട് ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത വ്യൂ ഇവിടെ കാണാൻ കഴിയുന്ന 3 പീസാണ്. ഓക്കെ, ഇതൊരു വോളാണ്, അതുപോലെ തന്നെ ഇതൊരു വോളാണ്, അതുപോലെ ഇതൊരു വോളാണ്. ഇതിൻ്റെ എല്ലാം കട്ട് വ്യൂ ആണ് കാണുന്നത്. പക്ഷേ ഇത് ഒരു വോളിൻ്റെ സർഫസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഒരു റൂഫ് അതുപോലെ തന്നെ കട്ടായി വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഫ്ലോറിൻ്റെ വ്യൂ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നിനും പാറ്റേൺ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു സർഫസ് കാണണമെങ്കിൽ അത് എന്ത് പാറ്റേണിൽ കാണണം. അതുപോലെ തന്നെ കട്ടായി വന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്, ഇത് ഏത് പാറ്റേണിൽ കാണണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ വിസിബിലിറ്റി ഗ്രാഫിക്സിനകത്ത്. നമുക്കിവിടെ സർഫസിൻ്റെ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ കട്ടിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ ഈ സർഫസ് ഏരിയയും കട്ട് ഏരിയ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടീഷൻ കൊടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വോളിൻ്റെ സെക്ഷൻ ഉണ്ട്. വോളിൻ്റെ സെക്ഷനകത്ത് എനിക്ക് ഇപ്പോൾ ഇവിടെ ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനിപ്പം ലൈൻസിനകത്ത് കുറച്ച് കണ്ടീഷൻസ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, പാറ്റേൺ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പാറ്റേൺ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കളറും കൊടുക്കാനായിട്ട് സാധിക്കും. കളർ ഞാനിവിടെ ഇപ്പോൾ റെഡ് കൊടുക്കുകയാണ്. ഓക്കെ എടുത്തു. പക്ഷേ ഇവിടെ ഓക്കെ എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഓക്കെ എടുത്തു. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ റെഡ് ആയിട്ടുള്ളൊരു ഡോട്ടഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വോളിൻ്റെ ബോർഡർ ലൈനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബോർഡർ ഇപ്പം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെഡ് ലൈനിലേക്ക് പോവുകയാണ്. ഓക്കെ, വയർ ഫ്രെയിം എടുക്കുക കേട്ടോ. ഇതെല്ലാം വോളാണ്, വോളിൻ്റെ ബൗണ്ടറിയാണ് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് കട്ട് പാറ്റേൺ ആണ്. കട്ടിൻ്റെ അവിടെ വന്നിരിക്കുന്ന ഇതിന് ഓപ്പോസിറ്റ് ഒരു സർഫസ് ഉണ്ടാവുമല്ലോ, ആ സർഫസിൻ്റെ ബോർഡർ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ വോളിനകത്ത് നമുക്ക് ഇവിടെ പാറ്റേൺ കൊടുക്കാൻ കഴിയും. അതായത് പാറ്റേൺസ് ഒരു വോളിൻ്റെ സർഫസ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അതിന് ഒരു പാറ്റേൺ കൊടുക്കാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്ത ശേഷം എനിക്ക് ഇവിടെ ഒരു പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. അതുപോലെ കളറും ചേഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു കളർ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു. ഇവിടെ ഓക്കെ കൊടുക്കും കേട്ടോ. ഈ കാണുന്നതെല്ലാം വോളാണ്, വോളിൻ്റെ ഒരു സർഫസ് ആണ് ഈ കാണുന്നത്. അതിനകത്ത് എനിക്കൊരു പാറ്റേൺ കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വോളിൻ്റെ ബൗണ്ടറിയും ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞു, അതുപോലെ തന്നെ സർഫസും ഡിഫൈൻ ചെയ്തു. ഒരു പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും കണ്ടീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വോളിൻ്റെ സെക്ഷനിൽ തന്നെ ഇവിടെ കട്ട് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. കട്ട് ഏരിയ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോളിൻ്റെ കട്ട് പാറ്റേൺ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്ന ഏരിയകൾ, ഇതിപ്പോൾ വോളിൻ്റെ ഒരു കട്ട് ഏരിയ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് പാറ്റേൺ ആഡ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വോളിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ലൈൻസ് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പം ഓക്കെ, ഇതുപോലത്തെ ഒരു ഡോട്ടഡ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കളർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളറും ആഡ് ചെയ്തു. അതുപോലെ ഇത് ഓക്കെ കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് പാറ്റേണും കാണിക്കാനായിട്ട് സാധിക്കും. പാറ്റേണായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ഉദ്ദേശിക്കുന്നത്. അതിന് കളർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഇത് ഇവിടെ ഓക്കെ എടുത്തു. അങ്ങനെ കൊടുക്കപ്പോൾ കേട്ടോ, ഈ ഒരു കട്ടായി വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ട്, ഈ കട്ട് സെക്ഷൻ, അതിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് വന്നിരിക്കുന്നത് കണ്ട ഈ ഒരു കളറാണ്. അതുപോലെ തന്നെ അതിനകത്ത് പാറ്റേണും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ കണ്ടീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനി വിസിബിലിറ്റി ഗ്രാഫിക്സിനകത്ത് ഇവിടെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഞാനിപ്പം 3D വ്യൂയിലേക്ക് പോവുകയാണ്. 3D വ്യൂയിലേക്ക് പോയതിനു ശേഷം ഞാൻ വീണ്ടും വിസിബിലിറ്റി ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നേരെ ട്രാൻസ്പെറൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വോളിൽ ഇവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്. ഓക്കെ, ട്രാൻസ്പെറൻസി എടുത്ത് ഞാൻ ഒരു
45% അല്ലെങ്കിൽ ഒരു 50% എനിക്ക് ഒരു ട്രാൻസ്പറൻസി വേണം. ഓക്കെ, ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം കേട്ടോ. ആ ഒരു വോളെല്ലാം ഇവിടെ ഒരു ട്രാൻസ്പറൻസ് ആയിട്ട് നമുക്ക് കാണാൻ, ഉൾഭാഗമൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് ട്രാൻസ്പറൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നോക്കിക്കൊണ്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുമ്പം കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വിസിബിലിറ്റി ഗ്രാഫിക്സിനുള്ളിൽ ഈ പ്രൊജക്ഷൻ സർഫസും അതുപോലെ തന്നെ കട്ടിൻ്റെയും ഡീറ്റെയിലുകൾ ഇത്രയാണുള്ളത്. ഓക്കെ, ഇനി വിസിബിലിറ്റി ഗ്രാഫിക്സിൽ ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നോക്കാം.